വിളിപ്പെടുത്തമ്മയാ? ഹലോ, ആ അമ്മ സിദ്ധു ഇവിടെ ഉണ്ട്. നാളെയാ? നാളെ എന്താ? അയ്യോ, അത് നാളെയായിരുന്നാ? അല്ല, മിൻചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ ഡേറ്റ് മറന്നുപോയി. അപ്പൊ അമ്മ പോണില്ലേ? ആണോ? ആ, എന്തായാലും അമ്മ വിളിച്ച് പറഞ്ഞ നന്നായി കേട്ടാ, ഞാൻ മറന്നുപോയായിരുന്നു ഈ കാര്യം. ആ പോവാം. ഇല്ലമ്മ, ഞാൻ മറക്കില്ല. നാളെ പോയാ പോരെ? ആ, അത് ഞാൻ പൊക്കോളാം. സിദ്ധുവാ? സിദ്ധു ഇവിടെ ഉണ്ട്. ആ, ഞാൻ വിളിക്കാൻ പറയാം. ശരി ശരി. എന്താണ്? സിദ്ധു ഒന്ന് അമ്മേനെ വിളിച്ചില്ലല്ലേ? ഇല്ല. ആ, വിളിക്ക്, കിട്ടും. എന്താ? എടാ, നാളെ നമുക്കൊരു ടാസ്ക് ഉണ്ട്. എന്താണ് ടാസ്ക്? നാളെയാണ് മിനി ചേച്ചിയുടെ മോളുടെ കല്യാണം. അയ്യോ, അത് നാളെയാണോ? എന്റെ പൊന്നിൽ വെച്ച് ഞാനത് മറന്നുപോയി സത്യം പറഞ്ഞ. ഞാനും മറന്നുപോയി. ആ മിനി ചേച്ചി ആണെങ്കിൽ എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചതാ, പക്ഷെ മറന്നുപോയി. ദുബായ് നിൽക്കുമ്പോ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞതാ, ലീവിന് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് കല്യാണത്തിന് വരണം. എന്തായാലും പോയേ പറ്റത്തുള്ളൂ. എന്തോ മിനി ചേച്ചി ആരാന്നറിയോ? മിനി ചേച്ചി നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ കേട്ടോ. അച്ഛന്റെ കുടുംബത്തിലെ ആൾക്കാരാ. മിനി ചേച്ചിയുടെ മോളാണ് ചിഞ്ചു. ചിഞ്ചുവിന്റെ ആണ് കല്യാണം. നമ്മുടെ ഈ മിനി ആന്റി ഇല്ലേ, ആളൊരു അടിപൊളി ക്യാരക്ടറാണ്. നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. അച്ഛൻ കുറെ വേണ്ടെന്ന് പറഞ്ഞാ, പക്ഷെ ആള് പിണങ്ങി. പിന്നെ നിവൃത്തിയായിട്ട് നമ്മളത് മേടിക്കേണ്ടി വന്നു. സോ ചിഞ്ചുവിന്റെ കല്യാണത്തിന് നമ്മൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം. അതിപ്പോ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ പറയുവാണെങ്കിലേ എമൗണ്ട് ആയിട്ട് തന്നെ കൊടുക്കാം. കല്യാണമൊക്കെ അല്ലേ, നോക്കാം. ഈ ചിഞ്ചു ഇപ്പോഴും ടെക്നോ പാർക്കിൽ തന്നെ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത്? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ലാണെന്നാ തോന്നണേ. ചിഞ്ചുവിന്റെ ബന്ധു. ബന്ധുവാ? എന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. വിശേഷമൊന്നുമില്ല. ഒന്നുമില്ലേ? എടാ, അതല്ലേ പറഞ്ഞ വിശേഷമൊന്നുമില്ലെന്ന്. സിദ്ധുവേ, നീ അമ്മേനെ ഒന്ന് വിളിക്കട്ടാ. ഞാൻ വിളിക്കാം. എങ്ങോട്ട് കളിക്കാൻ? ഞാനൊന്നുമില്ല. അതെ, നിങ്ങൾ എവിടെ പോയി കളിക്കാൻ പോണ? പുറത്താണോ? ഒന്ന് നോക്കണേ, കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഈ കൊച്ചി എറണാകുളം ജില്ല വിടും. എറണാകുളം ജില്ല എന്നല്ല, കല്ലുമോള് നമ്മുടെ ഈ ഗേറ്റ് താണ്ടൂല. അവിടെ നല്ല ഗമണ്ട ഒരു ചെമ്പമ്പട്ടി വന്നിരിപ്പുണ്ട്. പൂക്ക് എടുത്തോണ്ട് പോവാതങ്ങ്. അയ്യ, പട്ടീനെ കിട്ടിയെങ്കിൽ വളർത്താൻ. നീ എവിടെ ഇട്ട് വളർത്തും പട്ടീനെ? എങ്ങനെ എന്റെ തെറ്റാ. ഞാൻ ഇല്ല. നിങ്ങളല്ലേ മാമ മറന്നാ വേണ്ട, നാളെ കിട്ടും. പോകാ. ഇനി പറ. സംഭവം എനിക്ക് മനസ്സിലായി. പിള്ളേർ നിന്നോണ്ടല്ലേ എന്റെ അടുത്ത് പറയാൻ പറ്റാഞ്ഞേ. പറ, വിഷയം പറ. നമ്മുടെ ഒരു എന്റെ പോലീസ് ഇതൊന്നും മിണ്ടാരിയാ. നിനക്കെന്താ പ്രശ്നം? നീ കുറെ നേരമായല്ലോ വിശേഷം ഒന്നും ചോദിച്ചോണ്ടിരിക്കുന്നേ. പിന്നെ ചേച്ചി ബോറടിക്കണ ചേച്ചി. ചുമ്മാ എത്ര നേരം പറഞ്ഞോണ്ടാണ് കാറ്റ് നിന്ന് നടക്കണ? കാര്യം പറ, ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? നീ നിന്റെ വിശേഷം പറ. പഠിത്തം കോളേജ് ഒന്നും ഇല്ലേ? ഓ, പിള്ളേരെ കളിക്കാൻ വിളിച്ചു. ലച്ചു, നീ എന്താ കല്യാണത്തിന്റെ കാര്യം ആളിന്റെ അടുത്ത് പറയാ? അതൊന്നുമില്ല. അല്ല, എന്താ പറയാഞ്ഞെന്ന് പറ. അതൊന്നുമില്ല. ഒന്നുമില്ല? അല്ല, എന്തോ ഉണ്ട്. എന്താടാ? എന്താ? ഞാൻ ഫോണ് വെച്ച് മറന്നുപോയി. ഫോൺ എടുക്കാൻ വേണ്ടി മനസ്സിലായടാ. ഞാൻ ഒന്നും അതെ, കല്യാണത്തിൽ നമ്മൾ 3 പേര് മാത്രം പോയാ പോരെ? നമ്മൾ 3 പേര് മാത്രം പോയാൽ മതി. പക്ഷെ അവന്റെ അടുത്ത് പറയത്തിന്റെ കാര്യം മനസ്സിലായില്ല. അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. നീ ആദ്യം പോയി അമ്മേനെ വിളിക്കും. എന്നിട്ട് അമ്മയുടെ വാലിങ്ങനെ കേട്ടിട്ട് വാ. ഓക്കേ. കല്യാണത്തിന് ഞങ്ങൾ 3 പേര് മാത്രമേ പോകത്തുള്ളൂ. ഒറ്റ എണ്ണത്തിന് വന്നു കൊണ്ടുപോകില്ല അമ്മയ്ക്ക്.
കനകേച്ചി ശാർക്കരയുള്ള ഒരു വല്യമ്മയുണ്ടേ. വല്യമ്മയുടെ വീട്ടിലാണെങ്കിൽ വലിയൊരു അടുക്കളയുണ്ട്. ഈ പഴയ രീതിയിലുള്ള അടുക്കള ഉണ്ടല്ലോ, ആ അടുക്കളയിലാണെങ്കിൽ നമ്മൾ അടുപ്പില്ലേ, പഴയ അടുപ്പ്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഗ്യാസ് വന്നോണ്ട് അതൊന്നും അവർ ഉപയോഗിക്കൂല. ஐயோ எங்க மதுரையிலே இந்த அடுப்பு இருக்கு கௌரி, நல்லா இருக்கும். நீங்க எல்லாம் மதுரைக்கு வரும்போது நான் காமிச்சு தரேன். ലച്ചു എവിടെ? ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ. ഏത് നേരം റൂമിരുന്ന് കുണുകുണോ സംസാരം തന്നെ. என்ன கௌரி இது, பாவம் தானே, ரொம்ப நாளைக்கு அப்புறம் தானே சித்து வந்திருக்கான், பேசட்டும். കനകം, നീ എന്റെ കണ്ണട കണ്ടായിരുന്നോ? இல்லையேம்மா. അമ്മേരെ കണ്ണട കനകേച്ചി വെക്കോ? இல்ல. പിന്നെന്തിന് കനകേച്ചി എടുത്ത് ചോദിക്കണം? അല്ല, അവളെന്തിനാ വെക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അവൾക്ക് കണ്ണിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ, കണ്ണിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പൊ അമ്മേനെ കണ്ണട സൂക്ഷിച്ചു വെക്കാനുള്ളത് ആരുടെ കടമയാണ്? അമ്മയുടെ കടമയാണ്. അതിങ്ങനെ കൊണ്ട് കളയാൻ പാടുണ്ടോ? പ്രായമാകുമ്പോഴേ കുറച്ച് ഓർമ്മപ്പശമൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. കനകം ഉള്ളത് കൊണ്ട് എൻ്റെ കാര്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ മരുമക്കളെല്ലാം വലിയ തിരക്കല്ലയോ. ആ, എല്ലാത്തിനും ഓരോരോ വിധിയും കൂടെ വേണേ നമുക്ക് അനുഭവിക്കാനും കൂടെ. എന്തോന്ന് അമ്മയ്ക്ക്? എന്തോന്നമ്മ തക്കം കിട്ടുമ്പോ എന്നെ എന്തെങ്കിലും പറഞ്ഞങ്ങ് കുത്തണോ അല്ലേ? ഞാൻ കുത്തിയതൊന്നുമല്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആന്റി, ഉച്ചത്തെ ഫുഡൊക്കെ റെഡിയായോ? ഞാനേ കുറച്ച് തിരക്കായി പോയി. ஐயோ இல்ல லட்சு, கொஞ்ச நேரம் கூட வேணும். ഞാൻ സഹായിക്കാം. ഞാൻ എന്തെങ്കിലും അരിയണോ? வேண்டாம் வேண்டாம், நாங்களே செஞ்சுக்கிறோம். ഇത്ര നേരം ഇങ്ങോട്ട് കണ്ടൊന്നും ഇല്ല. അത് സിദ്ധുവിന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫോണിൽ ഇച്ചിരി തിരക്കായി പോയി, അതാ. ആ പിന്നെ അമ്മൂമ്മേ, നാളെ കുഴിപ്പള്ളം വരെ ഒന്ന് പോകേണ്ട വരുമായിരിക്കും. എന്തേ? അവിടുത്തെ അമ്മയ്ക്ക് ആരുടെ ഒരു കല്യാണത്തിന് പോകണമെന്ന്. എന്റെ പേടി അതല്ലോ. ഇനിയിപ്പോ ഞങ്ങൾ കുഴിപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് കല്യാണത്തിന് പോകാൻ പറയുമെന്നാണ്. എനിക്കാണെങ്കിൽ കല്യാണത്തിന് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ഇപ്പൊ വയ്യ. ആരുടെ കല്യാണം? ആരുടെ കല്യാണം? അത് കുഴിപ്പള്ളത്തെ അമ്മയുടെ ആരുടെയോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ബന്ധുക്കൂടെ അല്ല? അത് എനിക്ക് അറിയാൻ പാടില്ല. അമ്മ വിളിച്ചപ്പോ എന്തെങ്കിലും പറഞ്ഞു കല്യാണത്തിന്റെ കാര്യം. നമുക്ക് അറിയാവുന്നവരാണോ? എടാ അതല്ലേ പറഞ്ഞു, എനിക്ക് അറിയാൻ പാടില്ലെന്ന്. അറിയാവുന്നവരാണെങ്കിൽ പോയിട്ട് വരായിരുന്നു. കുറെ ആയി അമ്മൂമ്മ ഈ കല്യാണ സദ്യ കഴിച്ചിട്ട്. പിന്നെ ആരുടെ കൊതിയാണ് ഈ കിട്ടിയേക്കുന്നത്? കല്യാണ സദ്യ തിന്നത് നിനക്ക് മടുത്തില്ലേടാ? നിനക്ക് നാണമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും കല്യാണ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ചാടിക്കയറി അവരുടെ കൂടെ അങ്ങ് പോകും. ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന ബന്ധുക്കൂടെ കല്യാണമാണെങ്കിൽ പോയിട്ട് വരാമായിരുന്നു. എനിക്കറിയാൻ പാടില്ല. லட்சு, நாளைக்கு போகும்போது பிரேக்ஃபாஸ்ட் சாப்பிட்டு தான் போனோம். ആന്റി, അത് നാളത്തെ കാര്യമല്ലേ ആന്റി. ആദ്യം ഉച്ചത്തെ ചോറുണ്ണട്ടെ, എന്നിട്ട് നമുക്ക് നാളത്തെ കാര്യം ആലോചിക്കാം. சொன்னேன், அவ்வளோதான். ലച്ചുവേ, നീ കുഴിപ്പള്ളത്ത് പോയാലേ നീ ഇങ്ങ് പെട്ടെന്ന് വരുവോ? അത് അവിടത്തെ അമ്മ നിന്നെ പിടിച്ച് നിർത്തുവോ അവിടെ? അതെനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാനിങ്ങ് വരുന്നതാണ് എനിക്കും തോന്നണത്. എന്തായാലും വരും. ഹലോ ഹലോ. ആ ചേച്ചി. ആ ആ ഓ വരാം. അല്ല, അതമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ചു പറഞ്ഞായിരുന്നു. ആ ഇല്ല ഇല്ല ഇല്ല, വരും വരും വരും. ഓ ഒരുപാട് നന്ദിയുണ്ട് വിളിച്ച് ഓർമ്മിപ്പിച്ചേന്. ഓ ചേച്ചി? അത് ഒരു ചേച്ചി. ചേച്ചി കുഴിപ്പുറത്തെ വീട്ടിലെ അവിടെ അടുത്തുള്ളൊരു ചേച്ചി. കുഴപ്പത്തെ വീടിന്റെ അടുത്തുള്ള ചേച്ചി? ഏത് ചേച്ചി അത്? എടാ അവിടുത്തെ എല്ലാ ചേച്ചിമാരും നിനക്കറിയോ? നീ ആരാ? ചേച്ചി പറ, കാര്യം പറ. ഇപ്പൊ എന്തെന്നെ വിളിച്ചേ? അത് നാളെ ഞങ്ങള് കുഴിപ്പുറത്ത് പോകുന്ന കാര്യം അവരെങ്ങനെയോ അറിഞ്ഞു. അപ്പൊ നാളെ ഉറപ്പായിട്ട് ഞങ്ങൾ അവിടെ എത്തുവോ വരുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു പറഞ്ഞത്? അല്ല, കുഴിപ്പുറത്തെ അമ്മേനെ ഞങ്ങൾ സംസാരിച്ചല്ലോ. ഞങ്ങൾ അമ്മേനെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അമ്മ എന്റെ അടുത്ത് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ ചിലപ്പോ അമ്മ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കാണും, അതായിരിക്കും. അപ്പം ഒരു ഞാൻ ഇപ്പൊ എന്താടാ നിനക്ക് ഒരു മിസ്മാച്ച്? ഒട്ടും മാച്ചാവണില്ല. ഓരോന്നും ഒരു ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോയാണ്. ഓക്കെ കോടാ. സിദ്ധേ, ഓ മിനി ചേച്ചി വിളിച്ചിട്ടായിരുന്നു ഇപ്പൊ. നമ്മള് നാളെ കല്യാണത്തിന് എത്തൂലേന്നൊക്കെ ചോദിച്ചു. ഈ കല്യാണത്തിന്റെ തിരക്കിലും അവര് നമ്മളെ വിളിച്ച് ഓർമ്മിപ്പിക്കണമെങ്കിലേ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും പോയാൽ പറ്റത്തുള്ളൂ. ഒരിക്കലും സ്കിപ്പ് ആകാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നേരത്തെ പോവാം.
മുണ്ടും ഷർട്ടൊക്കെ ഉണ്ടോ കയ്യില്? മുണ്ടും ഷർട്ടും ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നുകൊണ്ട് അത് പുരങ്കി നമുക്ക് പുതിയ എടുക്കാം. വൈകിട്ട് പോയിട്ട് എടുക്കാം ഞാൻ. ഓ ഷോപ്പിംഗ്. ഇതാണോ ലിച്ചൂസ് നാളെ എടുക്കാൻ പോകുന്ന സാരി? ഇത് ആക്ച്വലി ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി വേറെ ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ നോക്കിയിട്ട് ഏതാ ബെറ്റർ എന്ന് വെച്ചാൽ അത് കൊടുക്കും. ഞാൻ നോക്കട്ടെ. വന്നേ വാ. എന്നുവെച്ചാ? പക്ഷെ ഇത് മുന്താണി വേറെ സൈഡാട്ടോ. ആണോ? ഇങ്ങനെ ഇരിക്കും. ലച്ചൂസേ നമുക്ക് നാളെ ഈ സാരി എടുത്താൽ മതി. ഈ സാരിയാ? ലച്ചു പണ്ടൊരിക്കൽ എനിക്ക് ഈ സാരി എടുത്തിട്ട് ഫോട്ടോ അയച്ചു തന്നില്ലായിരുന്നു? അന്ന് ഞാൻ പറഞ്ഞതല്ലേ ക്യൂട്ടായിരുന്നു എന്ന്. നാളെ ഈ സാരി മതി. ശരിക്കും നാളെ ഈ സാരി എടുത്ത് എനിക്ക് ലച്ചുവിനെ കാണാൻ പറ്റുമല്ലോ. ശ്രദ്ധിക്കൊന്നും പറയരുത് കേട്ടോ, എനിക്ക് നാണമൊക്കെ വരും. നാളെ വരുന്ന കാണട്ടെ, നാളെ കാണട്ടെ. വേണ്ട വേണ്ട. കാണട്ടെ. ലച്ചുവേ അമ്മ ഇവിടെ. ഇവിടെ ഇരിക്കണ. എന്താണ് പരിപാടി? സാരിയൊക്കെ എടുത്ത് വെച്ചേക്കണല്ലോ. ഓ കുഴിപ്പള്ളത്ത് പോവാനായിരിക്കും അല്ലേ? വേറെ പ്ലാൻ ഒന്നും ഇല്ലേ? വേറെ പ്ലാൻ ഒന്നും ഇല്ല അല്ല സിദ്ധോ? അല്ലേന്ന്? അതെ 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 അതെ. വേറെ പ്ലാൻ ഒന്നുമില്ല. പിന്നെ ഈ സാരി ഇത് ഞാൻ വെറുതെ എടുത്ത് വെച്ച് നോക്കിയതാ. അതിന് നീ ഇങ്ങനെ ചൂടാവണെന്തിനു ലച്ചു? അതിന് ആര് ചൂടായി? ഞാൻ കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. എന്നാ ശരി, സംസാരിച്ചിരുന്നോ നിങ്ങള്? അമ്മ ഇരിക്ക്, ഞങ്ങൾക്കൊന്നും സംസാരിക്കാനൊന്നും ഇല്ലെന്നേ. എനിക്ക് സംസാരിക്കാനുണ്ട്. നടക്കട്ടെ. താങ്ക് യു. ആ ശരി. ലച്ചൂസേ, നമ്മളെ കല്യാണത്തിന് പോകുന്ന കാര്യം ഇവിടെ ഉള്ളവർ അറിഞ്ഞ എന്താ കുഴപ്പം? ഇവിടെ ഉള്ളവർ അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ചാലേ, നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ചേച്ചിയേ ഞാനുണ്ടെന്നും പറഞ്ഞ് ആദ്യം കേശു വരും, പുറകെ പാറു വരും, പിന്നെ അമ്മുമ്മ വരട്ടെ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അമ്മുമ്മ വരും. കനകാന്റി ആണെങ്കിൽ 24 മണിക്കൂർ അടുക്കളയിലാണ്. ആന്റീനെ കൊണ്ടുപോകാതിരിക്കാനും പറ്റൂല. ഇവരെല്ലാരും വന്നു കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആര് വരും? ഗൗരി അമ്മായി കയറി വരും. അമ്മായിനെയും ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ ആളായി, ബഹളായി, വണ്ടിയായി, വള്ളമായി, പിള്ളേരായി. എന്തിനാ വെറുതെ? പിന്നെ അത് മാത്രമല്ല ശരി, എൻ്റെ ഒരു ആഗ്രഹമാണ്. നമ്മൾ മാത്രമായിട്ട് ഇന്നേ വരെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. അത് ശരിയാ, നമ്മൾ മാത്രമായിട്ട് ഇതൊരു പരിപാടി അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് 3 പേർക്കും കൂടെ പോവാന്ന്. അതുകൊണ്ടാ. എന്നാ ശരി, അങ്ങനെ ആവട്ടെ.